എല്ലാവരും ഒരേപോലെയാണോ ജീവിക്കുന്നത്? ഒരിക്കലുമല്ല. ചില വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ ചില വ്യക്തികൾ അവർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു. വലിയൊരു ടെൻഷനോ കാര്യങ്ങളോ അവർക്കുണ്ടാവില്ല. അതിനുവേണ്ടി ചില വ്യക്തികളെ സംബന്ധിച്ച് സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും. അതിലും പോരാഞ്ഞിട്ട് വേറെ വ്യക്തികളാണെങ്കിലോ എപ്പോഴും ദുരിതവും കഷ്ടപ്പാടും വേദനയും മനസ്സമാധാനവും ഇല്ലാതെ അലയുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യം പറഞ്ഞ വ്യക്തികളുണ്ട്, അവർക്ക് ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഫിനാൻഷ്യൽ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ അവർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, എന്നാൽ ആ വഴിയാണ് ഞാൻ പോകുന്നത്. അങ്ങനെയാണ് എല്ലാവരും. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന്. പക്ഷേ ആ ചിന്താഗതി ഏറ്റവും തെറ്റായ ചിന്താഗതിയാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഒരേപോലെയല്ല ജീവിക്കുന്നത്. പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഒരു കുഞ്ഞ് രോഗങ്ങളായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്? എന്തുകൊണ്ട്? അവർ തെറ്റ് ചെയ്തിട്ടാണോ ജനിക്കുന്നത്? നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പാവപ്പെട്ട വീട്ടിൽ ജനിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ പിന്നെ അവർക്ക് നല്ല ജീവിത സെറ്റപ്പുള്ള വീട്ടിൽ ജനിച്ചാൽ പോരെ? എന്തിന് ദൈവം അവരെ അവിടെ ജനിപ്പിച്ചു? അപ്പോൾ ആ ചിന്തയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉയരണം നമ്മുടെ മനസ്സല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാം? ഞാൻ ആദ്യം പറഞ്ഞ കൂട്ടരല്ലാതെ എപ്പോഴും സങ്കടവും ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ അവരെന്ത് ചെയ്യുമ്പോഴും പരാജയം, ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാതെ, എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ നേട്ടമില്ലാതെ ഇങ്ങനെ പോകുന്ന വ്യക്തികൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഏറെ സഹായകരമാകും. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. കാരണം 12ഓളം പ്രാപഞ്ചിക നിയമങ്ങളുണ്ട്. ഇതനുസരിച്ചാണ് ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. കാരണം ഇതിലൂടെ പോകണ്ട അതിലൂടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മുടെ ചിന്തയാണ് നമ്മളെ പ്രവൃത്തിയിലേക്ക് വരുന്നത്. പോസിറ്റീവായി നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സാഹചര്യം പോസിറ്റീവായി ആവുമ്പോൾ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കും. സാഹചര്യം നെഗറ്റീവ് ആകുമ്പോൾ ഓൾറെഡി നമ്മൾ നെഗറ്റീവായി ചിന്തിക്കും. പക്ഷേ ആ സാഹചര്യത്തെ നമുക്ക് മറികടക്കാൻ എങ്ങനെ സാധിക്കും? അവിടെയാണ് വിജയം. ആ സാഹചര്യം നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രാപഞ്ചിക നിയമത്തിലുള്ള പല പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്യുന്നത്. സെൽഫ് ലവ്, എഫർമേഷൻ, ഗോൾ സെറ്റിങ്സ്, വിഷ്വലൈസേഷൻ, ഹോപ്പൊനൊപ്പനോ, ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കുകൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമതകളുള്ള വ്യക്തികൾക്ക് പോലും റിക്കവറായി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് കാണുന്ന എല്ലാ ടെക്നോളജീസും എല്ലാ നിർമ്മിതികളും മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ എന്തുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് സങ്കല്പിച്ചുകൂടാ? നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കൊന്ന് ആഞ്ഞു പരിശ്രമിച്ചാൽ സാധിക്കില്ലേ? പരാജയപ്പെട്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ എപ്പോഴും ദുഃഖവും ഇതാവുമ്പോൾ നമ്മളെന്താ കരുതുക? അവരൊക്കെ ഒരു ഭാഗ്യം, ഇവൻ്റെയൊക്കെ ഒരു ഭാഗ്യം, ഇവളുടെയൊക്കെ ഒരു ഭാഗ്യം, അങ്ങനെ നമ്മൾ കരുതാറുണ്ട്. ആരും ആരുടേതും ഭാഗ്യമല്ല. അവരുടെ ജീവിത സാഹചര്യം നന്നായിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പാസ്റ്റ് ലൈഫ്, നമ്മുടെ കഴിഞ്ഞ കാല ജന്മങ്ങൾ നമുക്കറിയില്ല. നമ്മളെങ്ങനെയാണ് ജീവിച്ചതെന്നും നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കാം. പക്ഷെ എന്ന് കരുതി ദൈവം എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഞാൻ ഇങ്ങനെയൊക്കെ നടക്കണമാണ് ദൈവത്തിൻ്റെ പദ്ധതി, അപ്പം ഞാൻ ആ വഴി കൂടെ പോട്ടെ എന്ന് ആലോചിച്ചാലുണ്ടല്ലോ ജീവിക്കാൻ സാധിക്കില്ല. പകരം ഓക്കെ, നമ്മൾ കുറേ വിഷമതകൾ അനുഭവിച്ചു, ഇനി ആ വിഷമതയോട് പോവാതെ വിജയിക്കാനാണ് ലക്ഷ്യമെങ്കിൽ എല്ലാ പ്രാക്ടീസും ചെയ്തിരിക്കണം. സെൽഫ് ലവ്, സ്വയം സ്നേഹിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം എത്തും. എഫർമേഷൻ, പോസിറ്റീവായ എഫർമേഷൻ ഡെയിലി പറയുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സാഹചര്യം പ്രപഞ്ചം ഒരുക്കുന്നുണ്ട്. ടൈം എടുക്കും, കുറച്ച് ക്ഷമ വേണം. ഗോൾ സെറ്റിങ്സ്, നമുക്കൊരു ലക്ഷ്യം വേണം ലൈഫിൽ. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ മനസ്സിനെ നമ്മളെപ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. വിഷ്വലൈസേഷൻ, നമ്മൾ ഇരുന്നു കൊണ്ട് സങ്കല്പിച്ച് നേടുന്ന റിയാലിറ്റി. നമുക്ക് മനോരാജ്യം കാണാം എന്ന് കരുതി വെറുതെ ഇരിക്കാൻ പറയുന്നില്ല, ഇൻസ്പയർഡ് ആക്ഷനും എടുക്കണം. കാരണം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ അധ്വാനങ്ങൾ കിടക്കുന്നുണ്ടല്ലേ. ഒരു ജോലിക്ക് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ പഠിക്കണം, പരീക്ഷ എഴുതണം, ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പൈസ വേണം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
അപ്പോൾ പോസിറ്റീവായി ഇരുന്നാൽ മാത്രമാണ് എല്ലാ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ വൈബ്രേഷൻ, ഇമോഷൻസും ഫീലിങ്സും ആ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഈ വഴി കൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇന്ന് ക്രിസ്മസ് ആണ്. ഹാപ്പി ക്രിസ്മസ്. എന്നും നല്ല ദിവസമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ എന്നും സന്തോഷമായിട്ട് ഇരിക്കാനും സാധിക്കാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു സങ്കടം വരൂലേ? ആ സമയത്തും നമ്മൾ നമ്മെ സ്വയം സ്നേഹിക്കുക, നമ്മൾ നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുക. എല്ലാത്തിനും ഞാനാണ് കാരണം എന്ന് നമ്മൾ ഒരു നേരമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഇനി ഇങ്ങോട്ട് ഒഴിവാക്കുക. ഹോ ഒപ്പനോ എന്ന് പറയുന്ന ഹീലിംഗ് പ്രെയർ ചെയ്യുക. ഒരുപാട് മാറ്റം നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഓൾ. അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ.